ഗാസയിലെ സാഹചര്യം അമേരിക്ക ശ്രദ്ധിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീൻ പ്രദേശത്ത് ആളുകൾ പട്ടിണിയിൽ ആണെന്ന് അറിയാം, ഞങ്ങളത് ശ്രദ്ധിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിജയകരമായ UAE സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് ഇന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങി. ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം സുദൃഢമാക്കിയാണ് ട്രംപ് മടങ്ങുന്നത്. ദുബായിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ 2025-26 അധ്യയന വർഷത്തിൽ ഒരു പരിശോധനയും നടത്തില്ലെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സമീപനത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. 3-ാം വർഷ പ്രവർത്തനത്തിലുള്ളവ ഒഴികെ എല്ലാ സ്വകാര്യ വിദ്യാലയങ്ങൾക്കും ഇത് ബാധകമാണ്. അതേസമയം ഇത്തരം വിദ്യാലയങ്ങൾ പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. UAE-യിൽ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ വൻ വർധന. ജനസംഖ്യ 43,60,000 കവിഞ്ഞു. ദുബായിൽ നടന്ന ഇന്തോ UAE കോൺക്ലേവിൽ സംസാരിച്ച ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് ശിവൻ അറിയിച്ചതാണ് ഈ വിവരം. അബുദാബിയിൽ ഇനി ഡ്രൈവർലെസ് കാറുകൾ. ചൈനയിലെ നാസ്ഡാക്കിന്റെ V-റൈഡ് പൂർണ്ണമായും ഡ്രൈവറില്ല റോബോ ടാക്സി പരീക്ഷണങ്ങൾ ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായാണ് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഓടുന്നത്. വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡ്രൈവർ ഇല്ലാതെ പൊതു റോഡുകളിൽ V-റൈഡിന്റെ നിരവധി റോബോ ടാക്സികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങും. UAE-യിൽ ഇന്ന് ചിലയിടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യത. ആകാശം ഭാഗികമായി മേഘാവൃതമാണ്. പൊടി നിറഞ്ഞ കാലാവസ്ഥ നാളെയും മറ്റന്നാളും തുടരുമെങ്കിലും നാളെ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഹജ്ജിനായി കൂടുതൽ തീർത്ഥാടകർ സൗദിയിൽ എത്തിത്തുടങ്ങി. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് തടയുന്നതിനായി കുടകൾ ഉപയോഗിക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ആരോഗ്യ അവബോധ കിറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു, പേർഷ്യൻ, ഇന്തോനേഷ്യൻ, മലായ്, ടർക്കിഷ് ഭാഷകളിൽ സമഗ്രമായ ആരോഗ്യ അവബോധം നൽകുന്ന കിറ്റാണ് ഹാജിമാർക്കായി പുറത്തിറക്കിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ദുൽഖഅദ 15 മുതൽ ദുൽഹിജ്ജ 30 വരെ 431 സ്റ്റോപ്പുകളും 4 സെൻട്രൽ സ്റ്റേഷനുകളും ഉൾക്കൊള്ളുന്ന മക്ക ബസ്സുകൾ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ ചുട്ടുപൊള്ളുന്നു. സോഹാറിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. ഇവിടെ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയതായാണ് റിപ്പോർട്ട്. കടുത്ത ചൂട് പരിഗണിച്ച് ഇന്നലെ മുതൽ ഒമാനിലെ വിവിധ വിദ്യാലയങ്ങളിൽ ക്ലാസ് സമയം കുറച്ചിട്ടുണ്ട്. വരുന്ന വേനൽ അവധി വരെ ഇത് തുടരും. SNDP യോഗം റാസൽ ഖൈമ യൂണിയൻ ഹരിമുരളീരവം എന്ന പേരിൽ നടത്തിയ ആഘോഷം വിവിധ മതങ്ങളുടെ ഉത്സവങ്ങൾ ഒരുമിച്ച് ചേർത്ത് നടത്തിയ പരിപാടി എന്ന നിലയിൽ സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകമായി മാറി. SNDP യോഗം റാസൽ ഖൈമ യൂണിയൻ പ്രസിഡന്റ് അനിൽ വിദ്യാധരൻ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനം NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ ഉദ്ഘാടനം ചെയ്തു. അനുബ നിജഹ്വാൻ, റവറൻ ഫാദർ സിറിൽ വർഗീസ് വടക്കേടത്ത് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. SNDP യോഗം UAE സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ MK രാജൻ, വൈസ് ചെയർമാൻ ശ്രീധരൻ പ്രസാദ്, ഫൈനാൻസ് കൺവീനർ JRC ബാബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ജനറൽ കൺവീനർ താരക് തമ്പി കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി ഇന്ത്യൻ പ്രവാസികൾ അറിയാൻ. ഇന്ത്യയിൽ ഇപ്പോൾ പാസ്പോർട്ടിന് അപേക്ഷിക്കാവുന്നതാണ്. എന്തിനാണ് പാസ്പോർട്ട് എന്ന് ചോദിച്ചാൽ അത് പലതിനും ഉപയോഗപ്രദമാണ്. ഇതുള്ളവർക്ക് വേഗത്തിലുള്ള ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനാവും. വിമാനത്താവളങ്ങളിൽ ഓട്ടോമേറ്റഡ് പാതകൾ ഉപയോഗിക്കാനും ഇവർക്ക് അനുമതി ലഭിക്കും. പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് പറയാം. ഒരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന പോലെ തന്നെ പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴിയോ അതല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയോ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കാനും കഴിയും. ഇപ്പോൾ നിലവിൽ നാഗ്പൂർ, ഭുവനേശ്വർ, ജമ്മു, പനാജി, ഷിംല, റായ്പൂർ, അമൃത്സർ, ജയ്പൂർ, ചെന്നൈ, ഹൈദരാബാദ്, സൂറത്ത്, റാഞ്ചി എന്നീ നഗരങ്ങളിൽ മാത്രമാണ് പാസ്പോർട്ട് നൽകുന്നത്. 2025 അവസാനത്തോടെ ഇന്ത്യയിലെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴിയും പാസ്പോർട്ട് നൽകി തുടങ്ങുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്.